ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പശ്ചിമ ബംഗാളിലും ബീഹാറിലുമായി 1.5 ലക്ഷം കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാർഷിക രംഗത്ത് സഹകരണ മേഖലയുടെ ഇടപെടൽ ശക്തിപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖാമുഖം പരിപാടിയുടെ സമാപന സംവാദം നാളെ എറണാകുളത്ത്. സംസ്ഥാനത്ത് നാളെ 23 ലക്ഷത്തിലധികം കുരുന്നുകൾക്ക് പോളിയോ പ്രതിരോധ തുള്ളിമരുന്ന് വിതരണം ചെയ്യും. സംസ്ഥാനതല ഉദ്ഘാടനം പത്തനംതിട്ടയിൽ മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. തൊഴിൽ മേഖലയിലെ നൈപുണ്യ വിടവ് പരിഹരിക്കപ്പെടണമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. കേരള വെറ്ററിനറി സർവകലാശാല വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പൂക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ISL ഫുട്ബോളിൽ ബംഗളൂരു FC കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. പശ്ചിമ ബംഗാളിലെ വികസന വിടവ് നികത്താനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമ ബംഗാളിൽ 15,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പശ്ചിമ ബംഗാളിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കേന്ദ്രം ഊന്നൽ നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിൽ 48,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. രാജ്യത്തുടനീളമുള്ള 1.48 ലക്ഷം കോടി രൂപയുടെ വിവിധ എണ്ണ വാതക മേഖലാ പദ്ധതികളുടെ ഉദ്ഘാടനവും സമർപ്പണവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിച്ചു. കാർഷിക മേഖലയിൽ സഹകരണ മേഖലയുടെ ഇടപെടൽ ശക്തിപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വരുന്ന 25 വർഷം കൊണ്ട് കേരളത്തെ മധ്യവരുമാന വികസിത രാജ്യങ്ങളുടെ നിലയിലേക്ക് ഉയർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. കർഷകരുമായി ആലപ്പുഴയിൽ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. നവകേരള സദസ്സിന്റെ തുടർച്ചയായി സംസ്ഥാനത്ത് നടന്നുവരുന്ന മുഖാമുഖം പരിപാടിയുടെ സമാപന സംവാദം നാളെ എറണാകുളം കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. 2000-ഓളം റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സംവദിക്കും. സംസ്ഥാനത്ത് 5 വയസ്സിന് താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കായുള്ള പൾസ് പോളിയോ പ്രതിരോധ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പത്തനംതിട്ട ചെന്നീർക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നാളെ രാവിലെ മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. 5 വയസ്സിന് താഴെ പ്രായമുള്ള 23,28,258 കുഞ്ഞുങ്ങൾക്ക് പൾസ് പോളിയോ തുള്ളിമരുന്ന് നൽകാനാണ് ലക്ഷ്യമിടുന്നത്. എന്തെങ്കിലും കാരണത്താൽ നാളെ തുള്ളിമരുന്ന് നൽകാൻ സാധിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ഭവന സന്ദർശന വേളയിൽ തുള്ളിമരുന്ന് നൽകുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. പോളിയോ ഇമ്മ്യൂണൈസേഷനായി സംസ്ഥാനം സജ്ജമായതായും എല്ലാ രക്ഷകർത്താക്കളും 5 വയസ്സുവരെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും പോളിയോ തുള്ളിമരുന്ന് നൽകണമെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയാണ് ബൂത്തുകളുടെ പ്രവർത്തന സമയം. തലേദിവസം വരെയും പ്രതിരോധ കുത്തിവയ്പ്പിനോടൊപ്പം പോളിയോ തുള്ളിമരുന്ന് കിട്ടിയവർക്കും നവജാത ശിശുക്കൾക്കും പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ നൽകാൻ സാധിക്കും. ആരോഗ്യ സ്ഥാപനങ്ങൾ കൂടാതെ സ്കൂളുകൾ, അങ്കണവാടികൾ, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, വിമാനത്താവളങ്ങൾ എന്നിവിടങ്ങളിലെ ബൂത്തുകൾ, അതിഥി തൊഴിലാളികളുടെ ക്യാമ്പുകൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ സജ്ജമാക്കിയ മൊബൈൽ ബൂത്തുകൾ വഴിയും തുള്ളിമരുന്ന് വിതരണം ചെയ്യും. തൊഴിൽ മേഖലയിലെ നൈപുണ്യ വിടവ് പരിഹരിക്കപ്പെടണമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. വനിതകൾക്കായുള്ള ദേശീയ നൈപുണ്യ പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ട് നെഹ്റു യുവകേന്ദ്രയുമായി ചേർന്ന് കഴക്കൂട്ടത്ത് സംഘടിപ്പിച്ച തൊഴിൽമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരള വെറ്ററിനറി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ MR ശശീന്ദ്രനാഥിനെ സസ്പെൻഡ് ചെയ്തതായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പൂക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. സർവകലാശാല VCയുടെ ചുമതല ഡോക്ടർ PC ശശീന്ദ്രന് കൈമാറി. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രധാന പ്രതികളെല്ലാം പിടിയിൽ. ഇന്നുച്ചയോടെ 14 പ്രതികൾ പിടിയിലായിരുന്നു. സിദ്ധാർത്ഥ് മരണപ്പെട്ട് 13ാം ദിവസമാണ് കുറ്റവാളികളെല്ലാം അറസ്റ്റിലാവുന്നത്. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥ് മരിച്ച ശേഷം അയാൾക്കെതിരെ വ്യാജ പരാതിയുണ്ടാക്കി അന്വേഷണം നടത്തിയ കോളേജിലെ SFI നടപടി ക്രൂരമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കൊച്ചിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ഉത്തരവാദികൾ ആയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ക്യാമ്പസിലേക്ക് കോൺഗ്രസ് വയനാട് ജില്ലാ കമ്മിറ്റി നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസിനെ മറികടന്ന് പ്രവർത്തകർ ക്യാമ്പസിലേക്ക് കയറാൻ ശ്രമിച്ചു. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മാർച്ച് ഉദ്ഘാടനം ചെയ്തു.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. 16 സംസ്ഥാനങ്ങളിലായി 195 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരാണസിയിൽ മത്സരിക്കും. കേരളത്തിലെ 12 ലോക്സഭാ സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പൊതു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഭാരത് വികാസ് ഡയറി എല്ലാ ദിവസവും രാത്രി 8-ന് പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40-ന് പ്രക്ഷേപണം ചെയ്യും. ഇന്ന് പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. നമ്മുടെ രാജ്യം ഭരിക്കേണ്ടത് ആരാണെന്ന് നാം തീരുമാനിക്കണമെന്നും ഈയൊരു അവകാശ പൂർത്തീകരണത്തിനായി വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ പ്രായപൂർത്തിയായ എല്ലാവരും, പ്രത്യേകിച്ച് കന്നി വോട്ടർമാർ, അവരുടെ സമ്മതിദാന അവകാശം നിർബന്ധമായും വിനിയോഗിക്കണമെന്നും പറയുന്നു പത്മശ്രീ ഖേൽരത്ന അർജുന പുരസ്കാര ജേതാവും മലയാളികളുടെ അഭിമാനവുമായ കായിക പ്രതിഭ ശ്രീമതി അഞ്ജു ബോബി ജോർജ്. നമ്മളുടെ രാജ്യത്തെ ഒരു പൗരന്റെ ഏറ്റവും വലിയ അവകാശം എന്ന് പറയുന്നത് അവന് വോട്ട് ചെയ്യാനുള്ള അവകാശമാണ്. 18 വയസ്സ് പൂർത്തിയാകുന്ന എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം നമ്മുടെ രാജ്യം നൽകുന്നുണ്ട്. ഈ വരുന്ന ഇലക്ഷന് നിങ്ങളുടെ കന്നി വോട്ടുകൾ ചെയ്യാൻ മറക്കാതിരിക്കുക. നമ്മളുടെ രാജ്യം ഭരിക്കേണ്ടത് ആരാണെന്ന് നമ്മൾ തീരുമാനിക്കാം. നമ്മളുടെ വോട്ട് രാജ്യത്തിനു വേണ്ടിയാകട്ടെ. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടങ്ങില്ലെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. കണ്ണൂർ ചെറുകുന്നിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതികമായ ചില പ്രശ്നങ്ങളാണ് നിലവിൽ ഉണ്ടായതെന്നും സംസ്ഥാനത്തിന് ലഭിക്കേണ്ട 13,000 കോടി കേന്ദ്രം ഇതുവരെ നൽകിയില്ലെന്നും മന്ത്രി പറഞ്ഞു. കോയമ്പത്തൂർ സ്വദേശിയും മലയാളിയുമായ സിന്ധുവിന്റെ അപൂർവ രോഗം ബാധിച്ച 2 വയസ്സുകാരനായ മകന്റെ ചികിത്സ ഉറപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. രോഗത്തിന് വിലപിടിപ്പുള്ള മരുന്നാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്. കുഞ്ഞിന്റെ അമ്മയെ വിളിച്ച് മന്ത്രി സംസാരിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച് മലപ്പുറം ജില്ലയിൽ ഒരാൾ കൂടി മരിച്ചു. എടക്കര പഞ്ചായത്തിലെ ചെമ്പൻകൊല്ലി സ്വദേശിയായ 32-കാരനാണ് മരിച്ചത്. മഞ്ഞപ്പിത്തം കരളിനെ ബാധിച്ചതാണ് മരണം. ഇതോടെ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 3 ആയി. പോത്തുകല്ല്, എടക്കര പഞ്ചായത്തുകളിലാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് സ്ഥിരീകരിച്ചത്. 152 പേർക്ക് രോഗം ബാധിച്ചതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികളുടെ യോഗം കോഴിക്കോട് ചേർന്നു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനായി. ISL ഫുട്ബോളിൽ ബംഗളൂരു FC കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം രാത്രി 7:30-ന് ബംഗളൂരുവിൽ. പോയിന്റ് പട്ടികയിൽ 5-ാം സ്ഥാനത്തുള്ള ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് പ്രതീക്ഷ ഉറപ്പാക്കുന്നതിൽ മത്സരഫലം നിർണായകമാണ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ആദ്യ സെമി ഫൈനലിൽ മധ്യപ്രദേശിനെതിരെ വിദർഭയ്ക്ക് ബാറ്റിംഗ് തകർച്ച. ആദ്യം ബാറ്റ് ചെയ്ത വിദർഭ 170 റൺസിന് പുറത്തായി. മറുപടിക്കിറങ്ങിയ മധ്യപ്രദേശ് ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ 1 വിക്കറ്റിന് 47 റൺസ് എടുത്തിട്ടുണ്ട്. 2-ാം സെമിയിൽ മുംബൈക്കെതിരെ തമിഴ്നാട് 146 റൺസിന് എല്ലാവരും പുറത്തായി. മുംബൈ 2 വിക്കറ്റ് നഷ്ടത്തിൽ 45 റൺസ് എടുത്തിട്ടുണ്ട്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. സംസ്ഥാന ശിശുക്ഷേമ സമിതി തിരുവനന്തപുരം തൈക്കാട് സ്ഥാപിച്ച അമ്മ തൊട്ടിലിൽ 6 മാസം പ്രായം തോന്നിക്കുന്ന പെൺകുഞ്ഞ് സംരക്ഷണയ്ക്കായി എത്തി. മനുഷ്യരാശിയെ പരിപാലിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന അതിജീവനത്തിന്റെ സംരക്ഷണപാളിയായ പ്രകൃതി എന്ന പേരാണ് കുഞ്ഞിന് നൽകിയതെന്ന് ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി GL അരുൺഗോപി അറിയിച്ചു. LDF വയനാട് മണ്ഡലം സ്ഥാനാർത്ഥി ആനി രാജയുടെ റോഡ് ഷോ മലപ്പുറം ജില്ലയിലെ ഏറനാട് മണ്ഡലത്തിൽ തുടക്കമായി. ഉച്ചയ്ക്ക് 3-ന് വാലില്ലാപ്പുഴയിലാണ് പര്യടനം ആരംഭിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമബംഗാളിലും ബീഹാറിലുമായി 1,00,000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാർഷിക രംഗത്ത് സഹകരണ മേഖലയുടെ ഇടപെടൽ ശക്തിപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖാമുഖം പരിപാടിയുടെ സമാപന സംവാദം നാളെ എറണാകുളത്ത്. സംസ്ഥാനത്ത് നാളെ 23 ലക്ഷത്തിലധികം കുരുന്നുകൾക്ക് പോളിയോ പ്രതിരോധ തുള്ളിമരുന്ന് വിതരണം ചെയ്യും. സംസ്ഥാനതല ഉദ്ഘാടനം പത്തനംതിട്ടയിൽ മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. തൊഴിൽ മേഖലയിലെ നൈപുണ്യ വിടവ് പരിഹരിക്കപ്പെടണമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. കേരള വെറ്ററിനറി സർവകലാശാല വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പൂക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.